ഫസ്റ്റ് പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ എങ്ങനെയായിരിക്കും ഡെലിവറി നമ്മൾ ആദ്യം അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ കാണൽ തുടങ്ങിയിരുന്നു. എല്ലാവരും പറയും എൻ്റെ തോന്നലാണ്, ചിലർ പറയും എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ചിലർ പറയും എന്താണെന്നും കൂടി അറിയില്ല. അങ്ങനെ ഇത് ഫസ്റ്റ് ഡെലിവറി ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലല്ലോ എങ്ങനെയായിരിക്കും. പിന്നെ വയറ് വലുതാണതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ കടന്നുപോയൊരു സ്റ്റേജ് തന്നെയായിരിക്കും. അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയല്ലേ. നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ നമ്മളെ തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ, കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനൊക്കെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാം. ആ ഒരു സ്റ്റേജിന് നമുക്ക് ഡെലിവറിക്ക് മുന്നുണ്ടായാലോ അതിനും നമ്മൾ ഇതേപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നെ തന്നെ ആയിരിക്കും പറയാം. ആ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്നൊന്ന് പറയാം കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട്. അതിന് അന്നൊന്നും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതിന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഡെലിവറി കഴിഞ്ഞവർക്ക് കേട്ടോ. അതിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അനുഭവിക്കുന്നതിന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണോ പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണ് അതിന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാതെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മളെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനൊക്കെ പറയാം. ഇതേപോലെ തന്നെ ഞാൻ ഡെലിവറിക്ക് മുന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വല്ലാതെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടീനെ നോക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഡെലിവറിക്ക് മുന്നാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊന്നും ഇങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മളത് കുറേ ഇപ്പോൾ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മാരേജ് കഴിയുന്നത്. ഞാൻ ഫസ്റ്റത്തെ ഡെലിവറി ആയിരിക്കുന്ന ടൈം പറയുന്നത് ഒരു 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സിൽ അന്നും വല്ലാത്ത മെച്യൂർഡൊന്നും അല്ലായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഒരു 11-12 ആ ഒരു ഏജിൽ തന്നെ മിനിമം മെച്യൂർഡായി എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് 18 വയസ്സായാലും നമ്മളെ കുട്ടിത്തൊന്നും മാറില്ല, അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കെട്ടിക്കല്ലേ. അപ്പം നമ്മൾ 18-ാം വയസ്സിലാണ് നമ്മുടെ ആദ്യത്തെ ഡെലിവറി അല്ല, പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈം കേട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് 3 മന്ത് വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമുക്ക് വയറ് വലുതാകുന്നതിനനുസരിച്ച് നമുക്കും തന്നെ, അതായത് കുട്ടികളൊക്കെ അനക്കം വെക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പേടിയാവില്ല തുടങ്ങും. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ ഫസ്റ്റത്തെ പ്രഗ്നൻറ്റിൽ 4-ാം മാസം മുതൽ തന്നെ അതായത് മക്കൾ അനങ്ങും, അതായത് ബേബി മൂവ് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്കെന്നും ഹോസ്പിറ്റൽ കേസായിരുന്നു. അതായത് 3 മാസത്തിന് ശേഷം കേട്ടോ, 3 മാസം വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വോമിറ്റിംഗ് ഇല്ല, പിന്നെ മോർണിംഗ് സിക്നെസ് ഒന്നുമില്ല, നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം തന്നെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ 3 മാസം കഴിഞ്ഞത് മുതൽ നമുക്ക് മക്കൾ അനങ്ങുന്ന ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പേടിയാവല്ലോ. കാരണം നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ഏജ് പറഞ്ഞാൽ നമ്മൾ അത്ര മെച്ചൂർഡ് അല്ല, നമുക്ക് ആരും അങ്ങനെ പറഞ്ഞു തരാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും ഹോസ്പിറ്റൽ കേസായിരുന്നു. അതായത് നൈറ്റിൽ എണീച്ച് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചെല്ലുമ്പോൾ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, കാരണം BP ആയാലും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ട്രിപ്പിടും പോരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എന്നും ബാക്ക് പെയിൻ. പക്ഷെ എനിക്ക് കുഴപ്പങ്ങളൊന്നും നമുക്കായിട്ടൊന്നും തോന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നുകയാണ്. അതായത് നമ്മൾ നല്ലൊരു പ്രയാസത്തിൽ നമുക്കൊന്ന് പറഞ്ഞു തരാനും ആരുമില്ല. പിന്നെ ഇതെന്താണ്, ഇതൊരു രോഗമാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം എന്നും ഹോസ്പിറ്റലിൽ, ഒരു ദിവസം പോലും ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസം. കാരണം എനിക്ക് തന്നെ ഡൗട്ടാണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ചുറ്റുള്ളവരൊക്കെ പറയൽ തുടങ്ങി എനിക്ക് എന്തോ മാനസികപരമായിട്ട് എന്തോ അസുഖങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് എന്നും അസുഖങ്ങളാണ്. നമ്മളെ അടുത്തുള്ളവർ പോലും പറയൽ തുടങ്ങി. നമ്മളെ കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ കേട്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് എന്താ പ്രശ്നം എന്നൊന്നും കൂടെ നിന്നിട്ട് ചോദിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഉമ്മയായിട്ടും ഞാൻ അത്ര വലിയ അറ്റാച്ച്ഡ് ഒന്നും അല്ലായിരുന്നു. എൻ്റെ ഉമ്മയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഇതെന്നാണ്, പക്ഷെ ഓപ്പണായിട്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം 4-ാം മാസത്തിലാണ് പെട്ടെന്ന് നടപ്പേനൊക്കെ ആയിട്ട് നമ്മൾ അഡ്മിറ്റായി. നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റായത്. നമ്മൾ അടുത്ത് തന്നെ ആയിരുന്നു ഡെലിവറി. കുറച്ച് ദൂരം കൂടിയാണെങ്കിൽ നമ്മളെന്നും പോയി വരണമല്ലോ. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു 4 ദിവസമായിട്ടും എനിക്ക് എന്നും ഒരു 7 മണി, രാത്രി 7 മണി ആ ടൈമിലേ എനിക്ക് പെട്ടെന്ന് വേദന വരുള്ളൂ. ബാക്ക് പെയിൻ, നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഗ്യാസ് കയറുന്ന പ്രശ്നം. അതായത് നമ്മൾ ചിന്തിച്ച് കൂട്ടണം നമുക്ക് അങ്ങനെ വലിയൊരു അസുഖം ഉണ്ടെന്ന് നമ്മളായിട്ട് തന്നെ ചിന്തിക്കുകയാണ്.
പിന്നെ ആ ഒരു ടൈം, ആ ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആ 4 ദിവസം ആ ഒരു ടൈമിലേ എനിക്ക് വേദന വരുള്ളൂ. ഒന്നെങ്കിൽ എന്താ എനിക്ക് ശ്വാസം കിട്ടാതാകുക, അതുപോലെ തന്നെ ബാക്ക് പെയിന്, അങ്ങനത്തെ ആ നൈറ്റിൽ 7 മണിയാകുമ്പോഴേ അത് വരുള്ളൂ. ആ ഒരു ടൈം വരെ, ആ ഒരു ബാക്കിയുള്ള ടൈം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, അന്ന് വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ECG എടുക്കുന്ന ആ ഒരു സംവിധാനമൊന്നുമില്ല. അപ്പോൾ എനിക്കെന്നും ഇവിടെ ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ടില്ല പോലെയൊക്കെ തോന്നും. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ECG എടുത്തിട്ടൊന്ന് വരാൻ പറഞ്ഞു. അപ്പം നമ്മൾ അവിടുന്ന് നൈറ്റ് തന്നെ 8 മണി 9 മണി ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പെട്ടെന്ന് പോയി. കാരണം എനിക്ക് ആ പെയിനും ഉണ്ട്, അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ECG എടുത്തപ്പോൾ ECGയിലൊക്കെ നോർമലാണ്. പിന്നെ നമ്മൾ അവിടുന്ന് എത്തുന്ന ടൈം എന്ന് പറയുന്നത് 12 മണിയാകുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. കുറച്ച് ദൂരം ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമ്മൾ അവിടെ അഡ്മിറ്റായി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അതായത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്മിറ്റായി. ECGയിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അന്ന് രാത്രി കിടന്നുറങ്ങാൻ കഴിയില്ല. പിന്നെ ആ രാത്രി അതേപോലെ തന്നെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ള മാതിരി എനിക്ക് തോന്നുന്നു. പക്ഷെ കാണുന്നവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സീരിയസ് ആയിട്ട് എനിക്ക് ചെക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്കായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പക്ഷെ നമ്മളോട് എന്താണ് കാര്യം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനൊന്നും ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാവരും പറയും എൻ്റെ തോന്നലാണ്, ചിലവർ പറയും എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ചിലവർ പറയും എന്താണെന്നും കൂടി അറിയില്ല. അങ്ങനെ നമ്മളായിട്ട് കേൾക്കാതെ, അതായത് വേറെ എല്ലാവരോട് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരവസ്ഥ പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഗൈനക്കോളജിസ്റ്റ് വന്ന് നോക്കി പുറത്തിറങ്ങിയിട്ട് ഞാൻ അവർ പറയുന്നത് കേട്ടതാണ് സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കാണിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈക്കാട്രിസ്റ്റ് വന്നു, എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനും അങ്ങനെ എനിക്കായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയും എനിക്ക് ഇടയ്ക്ക് വേദന വരുന്നുണ്ട്, പക്ഷെ ചെക്ക് ചെയ്യുമ്പോഴൊന്നും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ളതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയി. നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോഴും അതായത് ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ എങ്ങനെയായിരിക്കും ഡെലിവറി, നമ്മൾ ആദ്യം അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ കാണൽ തുടങ്ങിയിരുന്നു, എങ്ങനെയായിരിക്കും ഡെലിവറി, എങ്ങനെയാണ് ഡെലിവറി, പിന്നെ സിസേറിയൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്. അന്നൊക്കെ സിസേറിയനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും കേൾക്കാന്നല്ലേ, ഇപ്പോഴാണ് നല്ലപോലെ സിസേറിയനൊക്കെ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ കണ്ടിട്ട് നമ്മൾ പേടിച്ചതാണ്. അപ്പോൾ പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് ഇതേപോലെ സിസേറിയൻ എന്ന് പറഞ്ഞാൽ കീറി വിളിക്കലാണ്, ഇതേപോലെ നമുക്കും ഉണ്ടാവുമോ. പിന്നെ പ്രസവം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് കാണുന്നത് ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ വരികയാണ്. പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ വീഡിയോസ് കണ്ട പോലെയാണ്. അതായത് നമുക്കും ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പ്രസവം കൂടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് അത്ര മെച്യൂർഡ് അല്ലല്ലോ. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഒരു 11-12 ആ ഒരു വയസ്സിൽ തന്നെ നല്ലപോലെ മെച്യൂർഡാണ്. അന്നത്തേത് എന്ന് പറയുന്നത് 18 വയസ്സായാലും മെച്യൂർഡ് ആവാത്ത ഒരു ടൈമാണല്ലോ. ഇപ്പോഴത്തെ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് അന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സില്ലിയാണ്. പിന്നെ നമുക്ക് തുറന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് ആരുമില്ലായിരുന്നു. അതായത് ഇപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് പറഞ്ഞ സിസ്റ്ററിലോ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരേ വേവലിക്ക, ഒരേ ഏജും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പറയാം. അന്നെന്ന് പറയണത് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ ഉമ്മാനോട് ഹസ്ബൻഡിൻ്റെ ഉമ്മാനോട് കുറേ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഫ്രണ്ട്ലിയാണ്. എന്നാലും എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും കണ്ട് പേടിച്ചതാണ്. ഇന്ന് എന്താണ് നമ്മളെ പ്രശ്നമെന്നോ എന്താണ് നമുക്ക് പറ്റിയെന്ന് ചോദിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പറയണത് എന്താ, എന്നും അവൾക്ക് പെയിനാണ്, എന്നും ഹോസ്പിറ്റലാണ്, എന്നും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. പക്ഷെ എന്നും ഒരു പ്രശ്നമല്ല, വെറുതെ പൈസ കൊണ്ടുപോയി കളയാണ്. ഇതാണ് പറയുന്നവർ പറയും. അപ്പം ഈ ഒരു ടൈമിന് അപ്പം നമ്മൾ എന്താണ് വിളിക്കേണ്ടതെന്നാട്ടെ ഞാൻ പറയാം. ഡെലിവറി കഴിഞ്ഞിട്ടില്ലതിനാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിവറിക്ക് മുന്നിലുള്ള ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ നല്ലപോലെ കടന്നു പോയിട്ടുണ്ട്. അത് ഒരു റിക്കവർ ചെയ്ത് വരുന്നത് ഒരു 7 മന്ത് മുതൽ പിന്നീട് അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു 3 മാസം കഴിഞ്ഞ് 7 മന്ത് വരെ നല്ലപോലെ ടെൻഷൻ, ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഡെലിവറി ഉണ്ട്, സെക്കൻഡ് ഡെലിവറി എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാം. കാരണം ഫസ്റ്റത്തെ ഡെലിവറി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡെലിവറി നമുക്ക് വല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം.
പക്ഷെ നമ്മുടെ തോന്നലാണെങ്കിൽ പോലും നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ അന്നത്തെ കാലം എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്നൊന്നും അന്നത്തെ കാലത്തില്ല. ഇപ്പോഴല്ലേ ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതുപോലെ തന്നെ ഇനി ഡെലിവറിക്ക് മുമ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയെന്ന്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ 1 മാസം മുതൽ 9 മാസം വരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ. ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്നതാണല്ലോ നമുക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമ്മളെ തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഡെലിവറിക്ക് മുമ്പുള്ള ഈ അവസ്ഥയെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? ഇപ്പോഴും ചിലപ്പോൾ ചില ആൾക്കാർ ഇത് അനുഭവിക്കുന്നുണ്ടാവും. പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പോഴും ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. കാരണം എന്തെങ്കിലും മാനസികാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഫസ്റ്റ് ഡെലിവറി ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലല്ലോ എങ്ങനെയായിരിക്കും. പിന്നെ വയറ് വലുതാണതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ നൈറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട്, പിന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ട് മുതലേ എല്ലാ സിംറ്റംസ് ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെലിവറിക്ക് മുൻപുള്ള ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ മൊത്തത്തിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.